കിടിലൻ സ്പോട്ടിലാണ് എത്തിയിട്ടുള്ളത്. ഈ സ്ഥലത്തിന്റെ വിശേഷങ്ങൾ നമുക്കൊന്ന് നോക്കാം. എറണാകുളത്തെ ഏറ്റവും തിരക്കേറിയ നഗരങ്ങളിലൊന്നാണ് ആലുവ എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ അതിനോട് ചേർന്ന് വെറും 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ഒരു കിടിലൻ സ്പോട്ട് ഉള്ളത്. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെ ശാന്തമായിട്ടുള്ള അന്തരീക്ഷമാണ്. തൊട്ട് ചേർന്ന് പുഴയും ഉണ്ട്. വൈകുന്നേരങ്ങളിലും അല്ലാത്ത സമയങ്ങളിലും നീന്തൽ പരിശീലനം, അതുപോലെ ഒരുപാട് പേര് ഇവിടെ കുളിക്കാനായി വരുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. നമ്മളിവിടെ എത്തിയപ്പോൾ കുറച്ച് കൊച്ചു കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ട്. ഇവരിവിടെ നല്ല പുഴയിൽ കളിച്ച് തിമർത്ത് നിൽക്കുകയാണ്. എല്ലാവരും തണുത്ത് വിറച്ചാണ് നിൽക്കുന്നത്. എന്താ എല്ലാവരുടെ പേര്? അദ്വൈത്, അതുലി, യാദവ്, ജോജോ. മരത്തിലിരിക്കുന്ന പേര് അഭിനവ്. ഇവിടെ എപ്പോഴും വരാറുണ്ടോ നിങ്ങളെല്ലാവരും? നിങ്ങൾ ഒരുമിച്ച് പഠിക്കുന്നവരാണോ? അല്ല, പിന്നെ കൂട്ടുകാരാണ്. ഇവിടെ അടുത്താണോ വീട് എല്ലാവരുടെയും? നിന്റെ വീട് മാത്രമേ ദൂരമുള്ളൂ, ബാക്കി എല്ലാവരും അടുത്താണോ? ഈ ഒരു സ്ഥലം കാണാൻ നല്ല രസമുണ്ട്. ഇവിടെ എപ്പോഴും തിരക്കൊക്കെ ഉണ്ടാവാറുണ്ടോ? നീന്തൽ പരിശീലനം ഒക്കെ ഉണ്ടല്ലേ ഇവിടെ? അപ്പൊ എല്ലാരും പോയി കുളിച്ചോ. നിങ്ങൾക്ക് നീന്താൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് വരാൻ പറ്റിയ കിടിലൻ സ്ഥലമാണിത്. ഇനി നിങ്ങൾക്ക് നീന്താൻ അറിയില്ലെങ്കിൽ ഇവിടെ സൗജന്യ നീന്തൽ പരിശീലനവുമുണ്ട്. സജിൻ ബാലശ്ശേരിയുടെ നേതൃത്വത്തിലാണ് ഇവിടെ നീന്തൽ പരിശീലനം നടത്തുന്നത്. മുൻപ് പലരും ഒഴുക്കിൽപ്പെട്ടും അതുപോലെ തന്നെ ചുഴിയിൽപ്പെട്ടും ഒക്കെ മരിച്ചിട്ടുണ്ട് എന്നാണ് കേട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ സൗജന്യ നീന്തൽ പരിശീലനം കൂടി നടത്തുന്നത്. രാവിലെ ആയാലും ഉച്ചയായാലും വൈകിട്ടായാലും സമയപരിധി ഒന്നുമില്ലാതെ വന്ന് ആസ്വദിക്കാൻ സാധിക്കുന്ന ഒരു സ്ഥലമാണിത്. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇവിടെ ഒരു കാട് പോലെ തോന്നും, പക്ഷേ ഇവിടെ അകത്ത് വന്നാൽ മാത്രമേ ഇതിൻ്റെ ഒരു ഭംഗി അറിയൂ. ഈ സ്ഥലത്തിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ആലുവ കഴിഞ്ഞ് തോട്ടക്കാട്ടുകര റൈറ്റ് കയറുമ്പോഴാണ് ആലുവ ശിവക്ഷേത്രം ഉള്ളത്. അവിടെ നിന്ന് നേരെ റൈറ്റ് വന്ന് അടുത്ത റൈറ്റിലാണ് ഈ ഒരു സ്ഥലം ഉള്ളത്. അവിടെ നിന്ന് കറക്റ്റ് 1 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണുള്ളത്. ആലുവ ക്ഷേത്രത്തിൻ്റെ ദിശയിൽ നിന്ന് റൈറ്റ് വരുമ്പോഴാണ്, അതിനുശേഷമുള്ള ആദ്യത്തെ ടേണിങ്ങിലാണ് ഈ സ്ഥലം ഉള്ളത്. ഇവിടെ ആരോട് അന്വേഷിച്ചാലും ഇങ്ങനെ ഒരു സ്പോട്ട് ഉണ്ടെന്നും അതുപോലെ ഇനി അന്വേഷിച്ചിട്ട് കിട്ടാത്തവർക്ക് നീന്തൽ പരിശീലനം സൗജന്യമായി നടക്കുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ കൃത്യമായി ആളുകൾ വഴി പറഞ്ഞു തരും. നിങ്ങൾ എവിടെ പഠിക്കുന്ന കുട്ടികളാണ്? കുട്ടുക്കൻ പോളിടെക്നിക്. പേരെന്താണ്? ജോയൽ, അൻവിൻ. ഇവിടെ എപ്പോഴും വന്നിരിക്കാറുണ്ടോ? ഇടയ്ക്ക്. നല്ല സ്ഥലമാണല്ലേ? ഇവിടെ ഫാമിലി ആയിട്ടൊക്കെ ആളുകൾ വരുന്ന കാണാറുണ്ടോ? വൈകിട്ട് നിങ്ങൾ എപ്പോഴൊക്കെയാണ് ഈ ഒരു സ്ഥലത്ത് വന്നിരിക്കാറുള്ളത്? ക്ലാസ് കഴിഞ്ഞിട്ട് ആലുവ പുഴയുടെ ഭംഗിയെ പറ്റി പാടാത്ത മലയാളികൾ കുറവായിരിക്കും. അതുപോലെ നമ്മുടെ സിനിമകളിലും പാട്ടുകളിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ള ആലുവ പുഴയുടെ മറ്റൊരു വ്യത്യസ്തമായ ഭംഗിയുള്ള മുഖമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുക. ഈ ഭംഗി ആസ്വദിക്കാൻ വരുന്നതൊക്കെ ശരിയാണ്, പക്ഷെ നീന്തൽ ശരിക്കും അറിയാത്ത ആളുകൾ ഇറങ്ങാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം മണലാണ്, കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെളിയുണ്ട്, പിന്നെ അടിയൊഴുക്കുണ്ട്. അതുകൊണ്ട് നന്നായി നീന്തൽ അറിയില്ലെങ്കിൽ ഇറങ്ങാതിരിക്കുന്നതാണ് നല്ലത്.